നിങ്ങൾ പ്ലസ് ടുവോ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞൊരു വിദ്യാർത്ഥികളാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റീസാണ് LLB എന്ന് പറയുന്നത്. നോർമൽ കോടതിയിൽ പോയിട്ട് വാദിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് കോർപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ റെയിൽവേയിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൽ, കേരള ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ് LLB എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് LLB പഠിക്കാൻ സാധിക്കുക. ഒന്ന് ഇൻ്റഗ്രേറ്റഡ് LLB, പഞ്ചവത്സര LLB. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് LLBക്ക് ജോയിൻ ചെയ്യാം. അത് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും പോകാം, കൊമേഴ്സ് കഴിഞ്ഞവർക്കും പോകാം, സയൻസ് കഴിഞ്ഞവർക്കും പോകാം. മറ്റൊന്നാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക്. പല ആളുകളും BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഒക്കെ പോലുള്ള നോർമൽ ഡിഗ്രികൾ കഴിഞ്ഞ് കുറേ ആളുകളുണ്ടാവും. അവർ ചോദിക്കാറുണ്ട്, ഇനി എന്താണ് ഞങ്ങൾക്കൊരു പ്രൊഫഷണൽ ജോബിലേക്ക് മാറാൻ പറ്റുക? അത്തരക്കാർക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റീസാണ് ത്രിവത്സര LLB. നിങ്ങൾ ITയോ BCAയോ വേറെ ഏത് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ ആ പഠിച്ച മേഖലയിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോജിക്കൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട് എന്ന് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. ഈ രണ്ട് LLBയിലേക്കും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2/8/2024, അതായത് സെപ്റ്റംബർ 2 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. 360 മാർക്കിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഓൺലൈൻ എക്സാമിനേഷൻ അഥവാ CBT മോഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാവുക. പരീക്ഷൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. 120x3 അങ്ങനെയാണ്. അത് ഒന്നിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഉണ്ടാവുക? 3 മാർക്കാണ് ഉണ്ടാവുക. അങ്ങനെ 120 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഇതിൻ്റെ സിലബസിൽ വരുന്നത് ഒന്ന് നോർമൽ ജനറൽ നോളജ് വരും, ജനറൽ ഇംഗ്ലീഷ് വേണം, അതേപോലെ മാത്തമാറ്റിക്സും കുറച്ച് സൈക്കോളജിക്കൽ കാര്യങ്ങളും അറിയണം, അതേപോലെ നിയമപരമായ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ആവുക, ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളൊക്കെ പഠിക്കുന്ന ക്വാളിഫൈ ആവണമെങ്കിൽ 10% മാർക്ക് നോർമൽ ആളുകൾ മേടിച്ചാൽ മതി. ടോട്ടൽ മാർക്കിന് 10%. SC STക്ക് ആണെങ്കിൽ 5% മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്വാളിഫൈ ആയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നാറ്റിവിറ്റി തെളിയിക്കുന്ന നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, SLC ബുക്ക്, അത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SLC ബുക്കോ അത്തരം കാര്യങ്ങൾ വേണം. അതേപോലെ തന്നെ OBC നോൺ ക്രിമിനൽ ഒക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ, EWC SC ST ഒക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അത്തരം സർട്ടിഫിക്കറ്റുകൾ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നോർമൽ പോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ക്വാളിഫൈഡ് ആയ ആളുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഈ രീതിയിലാണ് പോകുന്നത്. 2 ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് CEയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കൂടുതൽ വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ 2ൻ്റെ പ്രോസ്പെക്ട്സും ആപ്ലിക്കേഷൻ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ പെയ്ഡ് സർവീസ് അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മിസ്റ്റർ ജാഫർ സാദിഖ് എന്ന് പറയുന്ന ഇവിടെ എക്സ്പേർട്ട് ഉണ്ട്, അദ്ദേഹത്തിനെ ബന്ധപ്പെടാവുന്നതാണ്.